ജാതക ഫലങ്ങളിൽ ഭാര്യയുടെ ജാതകം ഭർത്താവിന് അനുഗ്രഹമാകുമോ? ഭാര്യയും ഭർത്താവും അനുയോജ്യരായിരിക്കുമോ? ഇവരുടെ ബെഡ്റൂമിലെ കിടക്കയിൽ സംതൃപ്തരായിരിക്കുമോ? ഇതെല്ലാം നമുക്ക് എന്താണ് ഏഴാം ഭാവം നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാം ഉണ്ടാവും, എല്ലാം വ്യക്തമായിട്ട് ഏഴാം ഭാവം നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചില വിവാഹങ്ങൾ വരും നമ്മൾ പറയും പൊരുത്തമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, നോക്കിയിട്ട് വേണം കേട്ടോ എന്ന് നമ്മൾ പറയും. അപ്പം അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ ചിലർ പറയും കല്യാണം കഴിക്കാൻ പറ്റാതിരിക്കാം എന്ന് പറയും. എങ്കിലും നമുക്ക് വിധിച്ചിട്ടുള്ള ആ ഒരു യോഗം എന്ന് പറയുന്നത് ചിലപ്പോൾ വിധിയായിട്ട് വന്നു ചേരാം. എന്നാലും സ്ത്രീ ജാതകത്തിലെ 8ാം ഭാവം സൂക്ഷ്മ വിശകലനം ചെയ്യേണ്ടതാണ്. പ്രകൃതിയും പുരുഷനും എന്ന പോലെ സ്ത്രീയും പുരുഷനും അഭേദ്യ ബന്ധത്തോടു കൂടിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് കുറച്ച് മോശ സമയവും കുറച്ച് മോശമാണെങ്കിലും സ്വന്തം ഭാര്യയുടെ ജാതകവും ഭാര്യയുടെ സമയവും ഭാര്യയുടെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് ഇതിനോട് കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയുടെ ജാതകം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഭർത്താവിന് അനുഭവയോഗ്യമാകുന്നതാണ്. അപ്പം അതുകൊണ്ട് പൊരുത്തം നോക്കുന്ന സമയത്ത് 2 ജാതകവും കൂടെ വെച്ച് ടാലി ആകുമ്പോൾ അതുകൊണ്ട് ഇത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുമോ എന്നുകൂടി നോക്കുന്നത് വളരെ നന്നായിരിക്കും. നല്ലൊരു ദൈവജ്ഞനെ അത് കണ്ടുപിടിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ മധുരമായ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അതിൽ ഐശ്വര്യപ്രദമാവാനായിട്ട് ഭർത്താവിന് കുറച്ച് ബുദ്ധിമുട്ടുകളോ ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യയുടെ ജാതകം വെച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതുകൂടെ നല്ലവണ്ണം നോക്കിയിട്ട് അതിന് പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്താൽ സന്തോഷപൂർണ്ണമായൊരു ദാമ്പത്യം നിങ്ങൾക്ക് കൈവരിക്കാം.